ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടർബോ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പബ്ലിക് ഒപ്പീനിയൻ എന്താണെന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ചർച്ച. ഇന്നലെ ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, തമിഴ് ഓഡിയൻസിൻ്റെ റെസ്പോൺസ്. ഇപ്പോൾ നമ്മുടെ മലയാളികൾ തന്നെ ഇതിന് താഴെ, അതായത് ഇതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ താഴെ കുറച്ച് കമൻസ് ഇട്ടുണ്ടാവുമല്ലോ, അതിൽ വളരെ രസകരമായിട്ടുള്ള, മാസ്സായിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ള കമൻസുകൾ വന്നിട്ടുണ്ട്. അതൊന്ന് വായിക്കാം. നോക്കാം. എന്തായാലും ഇന്ന് 2 സിനിമക്ക് പോകാൻ നിൽക്കുകയാണ്. ഗുരുവായൂർ അമ്പലനടയിൽ സുമേഷിൻ്റെ ഹൃദയഹാരിയായ പ്രണയകഥ. അത് അങ്ങനെ പറഞ്ഞാൽ പോരെ, എന്തിന് റിസ്ക് എടുക്കണത്? ചുമ്മാ ഫുൾ പേര് പറയാൻ പറയരുത്, അത്രേ ഉള്ളൂ. ഹൃദയഹാരിയായ പ്രണയകഥ. അത് നീ തന്നെ പറയുന്നല്ലേ, വെറുതെ ഒരു കട്ടിങ്ങിന് വേണ്ടിയിട്ട്. ഇത് മര്യാദക്ക് പോണ വീട്, അത് കഴിഞ്ഞിട്ട് ഇത് അവിടെ നിർത്തും. ഇതിന് ഓർക്കണല്ലോ, അല്ലെങ്കിൽ അത് എവിടെന്നെങ്കിലും എടുക്കണല്ലോ. ചോദിച്ചാൽ പോലും എന്താ അതിന്റെ ശരിക്കുള്ള പേര് അതൊന്നും നോക്കണ്ട. സുമേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. ഓക്കെ, എന്തായാലും 17K ലൈക്കുള്ള ഒരു കമന്റ് ടർബോ ഹാരിസ് മുഹമ്മദ് ഇട്ട ഒരു കമന്റാണ്. ഈ 73-ാം വയസ്സിലും ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ലോക സിനിമയിൽ ആ നടനെ ഒരൊറ്റ നാമമേ ഉള്ളൂ, മെഗാസ്റ്റാർ മമ്മൂട്ടി. അത് എല്ലാരും പറയാറുള്ള സാധനം തന്നെയാണ് അത്. പക്ഷെ അതിന് എപ്പോഴും ഒരു പഞ്ചുണ്ട്. അതെ, അതായത് പറയുന്ന ഡയലോഗ് ആണെങ്കിലും പഞ്ചുണ്ട്. അതെ, ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അയാളുടെ പേര് മമ്മൂട്ടി എന്നായിരിക്കണം എന്നൊക്കെ പറയുന്നത് ഭയങ്കര പഞ്ചാണ് ആ സാധനത്തിന്. അത് എങ്ങനെയാണെങ്കിൽ ലൈക്ക് കൂടുതലുണ്ടാവും. അടുത്ത കമന്റ്. ഓക്കെ, ഇതൊക്കെ കാണുന്ന നിലത്തിരുന്നാൽ എഴുന്നേൽക്കാൻ നടുവേദനിക്കുന്ന 28-കാരനായി ഞാൻ. മമ്മൂക്ക സത്യമായിട്ടുള്ള കാര്യം കേട്ടോ. ഇപ്പൊ 28 വയസ്സുകാരും 30 വയസ്സുകാർക്കൊക്കെയാണ് നടുവിനും വയ്യ, നടക്കാനും വയ്യാത്തത്. ഈ 73-ാം വയസ്സിൽ കയറി കിടന്ന് കാണിക്കുന്ന മറ്റേ എന്താ പറയാ, ഈ കുന്തക്കം മറിയാന്നൊക്കെ പറയില്ലേ, ആ പരിപാടികളൊക്കെ ചെയ്യുന്നത്. എന്ത് വേണമെങ്കിലും പറയാം. നമ്മുടെ നാട്ടില് കൂത്തക്കം പറയാ. അതെ, കാരണം ഉരുണ്ടും മറിഞ്ഞൊക്കെ ചെയ്യുന്നത് നമ്മുടെ കൂത്താടില്ലേ, ഈ കൊതുക് മുട്ട, അത് കൊതുകാകുന്നതിന് മുമ്പ് ഒരു സാധനമായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കിടന്നിട്ടുള്ള പരിപാടി, അതിങ്ങനെ കൂത്തം പറയും വട്ടത്തിലും. എന്നിട്ട് ഇങ്ങനെ സ്ലോ ആയിട്ട് പോയിട്ട് പിന്നെ ഇങ്ങനെ വരാൻ. അതുപോലെയാണ് ഈ പ്രായത്തിൽ അങ്ങേര്. ഓക്കെ, അടുത്തത് എനിവൺ ഹിയർ ഫോർ രാജ്ബി ഷെട്ടി ഫ്രം കർണാടക. ദാറ്റ് ഹെലികോപ്റ്റർ സീൻ വാസ് ജസ്റ്റ് തീ. പിന്നെ കന്നഡ കുറച്ച് ഉണ്ട്. ഓക്കെ, അടുത്ത കമന്റ്. യെസ്, മമ്മൂക്ക എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങൾ 73-ാം വയസ്സിലും ആർക്കും ഇങ്ങനെ അഭിനയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഒരു യൂണിവേഴ്സൽ സ്റ്റാർ ആണ്. അതിനുമപ്പുറം അതുക്കും മേൽ ഒരു ബിഗ് സല്യൂട്ട്. കൊള്ളാം. ഇത്രയും ആക്ഷൻ സീക്വൻസ് കാണിച്ച ട്രെയിലർ മലയാളത്തിൽ ആദ്യമായിരിക്കും. സത്യം, അതൊരു ഫസ്റ്റത്തെ സാധനം കേട്ടോ. കാരണം എത്ര ഇതിനേക്കാളും ആക്ഷനുള്ള സിനിമ ഉണ്ടെങ്കിൽ പോലും ഒരു മാക്സിമം അത് പിടിച്ചു വെക്കുക ചെയ്യാറ്. പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അടുത്ത കമന്റ് ആണ്, ഞാൻ അന്തം വിട്ട് പണ്ടാരമടങ്ങി 5 മിനിറ്റ് സ്റ്റില്ലായി നിന്നു. എൻ്റെ മമ്മൂക്ക, നിങ്ങളിത് എന്തോന്ന് ഭാവിച്ച? രാജ്ബി ഷെട്ടി സ്ക്രീൻ പ്രസൻസ് തീന്ന്. അതൊരു സത്യമായിട്ടുള്ള മമ്മൂക്ക സുപ്രമസി. ചെയർ റോളിങ് എന്നാ ഷോട്ടാണ് മോനേന്ന്. ചെയർ റോളിങ്. ചെയർ മമ്മൂക്കയെ കണ്ട് തന്നെ വണ്ടടിച്ച് ഇരിക്കുകയാണ്. അപ്പൊ ദേണ്ടേ രാജ്ബി ഷെട്ടി ഇത് പൊളിക്കുന്നു. സത്യം കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഇവർ രണ്ടുപേരെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരുപോലെ പറയണം. അതെ, ഒരാളെ എന്ന് പറഞ്ഞ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എടുത്തു പറയാൻ പറ്റില്ല. അതെ, അല്ലേ, മമ്മൂക്കയുടെ നമ്മൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടാവുന്നുണ്ട്. പക്ഷെ രാജ്ബി ഷെട്ടിയുടെ കാര്യം പറയുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അതെ, പുതിയ ആളെ കുറിച്ചാണല്ലോ. അതൊരു മനസ്സിനൊരു കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട്. മമ്മൂക്കയെ കുറിച്ച് പറഞ്ഞു തന്നെ പറയുകയാണ്. കാരണം ഇങ്ങനൊന്ന് ഗ്രാഫ് താഴേക്ക് കുറക്കുന്നില്ലല്ലോ, ഒക്കെ മുകളിലേക്ക് തന്നെ എപ്പോഴും. ഓക്കെ, മമ്മൂട്ടി ഈസ് അൺബിലീവബിൾ, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ, രാജ്ബി ഷെട്ടി വാട്ട് എ പ്രസൻസ്, ഓസം. ആ ലാസ്റ്റ് സോങ് ഒന്ന് ഇറക്കിവിട്, ഐ ജസ്റ്റ് ലവ് ദാറ്റ് പാർട്ട്. എനിക്ക് ഈ സോങ്ങിന്റെ കാര്യം ഉണ്ടല്ലോ, എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ എനിക്കത് എന്തോ ഒരു കല്ലുകടി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് നെഗറ്റീവ് അടിക്കുന്നു. അതൊരു മാരക ഐറ്റം സോങ് ആണല്ലേ. അതിന് ഭയങ്കരമായിട്ട് പഞ്ചുണ്ട്. അതായത് ഇന്നലെ ആളോട് പറഞ്ഞു, ഞങ്ങളത് ഇന്നലെ ചർച്ച ചെയ്ത കാര്യമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനം. അത് ശരിക്കും ഞാൻ പറഞ്ഞോട്, അത് നിനക്ക് തോന്നുന്നതാണ്, അത് സൂപ്പർ സാധനമാണ്. കാരണം ഇതൊരു പാട്ടായിട്ടല്ലാതെ ഇത് ആക്ഷൻ സംഭവത്തിന് തന്നെ വരുന്ന ഒരു സാധനമായിരിക്കും പോലെ. അങ്ങനെ സാധനം കൂടി വന്നിട്ടുണ്ടല്ലോ, വേറെ ഐറ്റം ആയിരിക്കും. അതൊരു ഉറപ്പായിട്ടുള്ള കാര്യം. അതിനുള്ള പവർ ഉണ്ട് ആ സോങ്ങിന്. എനിക്കത് റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടാന്ന് പറഞ്ഞൂടാ. ഇപ്പൊ എനിക്ക് ആ സോങ് വരുന്ന ആ പോർഷന്റെ അവിടെ
എന്തോ ഒരു പോലെ തോന്നുന്നു. എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം അതാണ് കേട്ടോ. ഞാനത് പിന്നീട് അത് അർജുന അശോകനെ പാടിയെന്ന് അറിഞ്ഞപ്പോലും എനിക്ക് ഭയങ്കര വൈബ്, സൂപ്പറായിട്ടാണ് സാധനം വന്നിട്ടുള്ളത് പാടിയിട്ടുള്ളത്. അതെ, ഇത് അതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് ഡൗട്ട്. അതിനോട് ചേർന്ന് നിൽക്കും. സിനിമ റിലീസ് ചെയ്യുമ്പോൾ കണ്ടോണം, ആ സോങ്ങിന് അതിൻ്റെതായ ഒരു ഇതുണ്ടാവും, വൈബ് ഉണ്ടാവും. അതേനെ അങ്ങനെ ആയാൽ മതിയായിരുന്നു. ഇത് 73 അതോ 47 മമ്മൂട്ടി ഒരു അത്ഭുതം തന്നെയാണ്. നിങ്ങളെല്ലാരും കൂടി പറഞ്ഞ് 73 വയസ്സെന്നുള്ള 80 വയസ്സാക്കുവോ? ഓരോ ദിവസവും വയസ്സ് അങ്ങനെ ശരിക്കും പറഞ്ഞ മമ്മൂട്ടിയോട് ഒരു ഉപദേശം ഉണ്ട്. അതായത് ഇങ്ങനെയുള്ള ട്രailer റിയാക്ഷൻസ് ഒന്നും ഒരിക്കലും കാണരുത്, കമന്റ്സ് വായിക്കരുത്, കമന്റ്സിലേക്ക് തിരിഞ്ഞേ നോക്കരുത്. അപ്പോ മമ്മൂക്കയ്ക്ക് തോന്നും എനിക്ക് ഇത്ര പ്രായമുള്ള ഒരാളാണെന്ന്. അങ്ങേർക്ക് ഇതുവരെ അതിനെക്കുറിച്ച് ബോധമല്ല. ശരിക്കും എപ്പോഴും അങ്ങേർക്കെന്നല്ല, എപ്പോഴും എല്ലാരും ചിന്തിക്കേണ്ട ഒരു സംഭവം അത് തന്നെയാണ്. ഏജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു നമ്പറാണ്. അതിനെക്കുറിച്ച് പക്ഷെ നമ്മുടെ മനസ്സാണ് എപ്പോഴും ചെറുപ്പമായിട്ടിരിക്കേണ്ടത്. അത് ഏത് വഴിക്ക് എങ്ങനെയും പോകും, അതിനനുസരിച്ച് മുന്നോട്ട് ചിന്തിക്കണം. അങ്ങനെ തന്നെ ചിന്തിക്കാനും പാടുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഇത്രയും വയസ്സായി ഞാൻ അതിനെയാണ് ഈ തന്തവൈ പഠിക്കാന്നൊക്കെ പറഞ്ഞത്. ആ സാധനം വരാണ്ടിരിക്കുക. മൂപ്പര് ഇപ്പോഴും 18കാരനാന്ന് പറഞ്ഞ നടക്കുന്ന ആളാണ്. നമ്മുടെ കലാഭവൻ ഷാജോൺ പറഞ്ഞ പോലെ അങ്ങേരുടെ എപ്പോഴെങ്കിലും ഒരു കൂട്ടുണ്ടാവും, ആ കൂട്ടത്തിലേക്ക് നോക്കിയാൽ മതി യങ്സ്റ്റേഴ്സ് ആയിരിക്കും എപ്പോഴും, പുതിയ ചെറുപ്പക്കാർ കൂടെ ഒരു ലോകം, ഒരാളുടെ ലോകം അതായിരിക്കും. അത് മൂപ്പറേന്നല്ല എപ്പോഴും. അതായത് ഒരു 50 വയസ്സുള്ള ആള്, ഒരു 25 വയസ്സുകാർ, ഒരു 3-4 പേര് അവരുടെ ആ ഒരു ടീമിന്റെ കൂടെ ആണെങ്കിൽ അയാൾക്ക് ഒരിക്കലും അയാൾ 50 വയസ്സാണെന്നുള്ളത് അയാളുടെ മൈൻഡിൽ പോലും ഉണ്ടാവില്ല. അയാൾ ആ 25കാരന്റെ കൂടെ അവരുടെ മൈൻഡിൽ എന്താണോ അതേ വൈബിലായിരിക്കും. അങ്ങനെയല്ലോ ലോകം തെരഞ്ഞെടുക്കുന്നു. അത് അങ്ങനെ വേണം, അതാണ് കഴിവ്, അത് മമ്മൂക്കയുടെ സ്പെഷ്യാലിറ്റിയാണത്. ആളുടെ ബുദ്ധിയിലുള്ള ഒരു സാധനമാണ്. പണ്ടൊക്കെ ഓർമ്മയില്ല, പണ്ടൊക്കെ ഒരു നമ്മൾ ചെറിയ കുട്ടികളെ വലിയ ആൾക്കാരൊപ്പം കമ്പനി കൂടുമ്പോൾ പറയും പക്വതയുള്ള ആൾക്കാരുടെ കൂടെയാണല്ലോ കമ്പനി കൂടുന്നത്. ഇപ്പൊ നേരെ തിരിച്ചാ, ഇപ്പൊ ചെറിയ കുട്ടികളുടെ കൂടെ കമ്പനി കൂടാണ് ആ രസം. നമ്മള് പ്രായം കൂടി വരുന്നതിനനുസരിച്ചുള്ള നമുക്ക് തോന്നുന്നതാണ് തന്നെയായിരിക്കാം. എന്തായാലും മമ്മൂക്ക ഇങ്ങനെയുള്ള ഒരു ലോകം തെരഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ടർബോയുടെ മ്യൂസിക് കമ്പോസിങ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഫോട്ടോസൊക്കെ വരുമ്പോഴും പുതിയ ചെറുപ്പക്കാര്, അവിടെ കൂളാണ്, കംഫർട്ടാണ്. അതാണ് അങ്ങനത്തെ ഒരു വൈബ്, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് മമ്മൂക്കാന്റെ വിജയം. കാരണം അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്ത ഒരാൾക്ക് ഇങ്ങനത്തെ ക്യാരക്ടറുകളിലേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അതാണ് അതിന്റെ സത്യാവസ്ഥ. അതാ ഒരു കമന്റ് 30-35 വയസ്സാകുമ്പോഴേക്കും എനിക്ക് കഴിയില്ലേ, എനിക്ക് വയ്യേ എന്ന് പറയുന്നവർക്ക് ഇദ്ദേഹം ഒരു ബെസ്റ്റ് മോട്ടിവേറ്റർ ആണ്. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ്. അതെ, മനസ്സിലുണ്ടായിരുന്നു ബിലാൽ വരില്ല, മമ്മൂക്കക്ക് വയസ്സായി, ഇനി കയ്യില്ല എന്നൊക്കെ. എൻ്റെ അമ്മേ, ചിന്ത മുഴുവൻ തെറ്റായിരുന്നു എന്ന്. അത് നമ്മൾ ഈ ഒരു സിനിമേന്റെ പോസ്റ്റർ കണ്ടപ്പോൾ നമ്മൾ ബിഗ് ബീന്റെ ബിലാലിന്റെ ഇത് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ ശരിക്കും ബിലാൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യണം. ബിലാലിനെ ടൈമാണ്. അത് നടക്കോ ഇല്ല എന്നുള്ളത് പിന്നെ അത് സിനിമ, അതിനനുസരിച്ചുള്ള ഒരു കഥ കാര്യങ്ങളൊക്കെ വരണല്ലോ, അതിൻ്റെ ഒരു പ്രശ്നമാണ്. അല്ലാതെ ഇവർക്ക് പറ്റുമോ എന്നുള്ളതല്ല. ഐ ജസ്റ്റ് ലവ് ദിസ് പാർട്ട്, വാട്ട് എ ഡയലോഗ്. ഏതോ ഒരു ഷെട്ടി മലയാള മൂവി അറിയപ്പെടുന്ന വില്ലനാകാൻ പോകുന്നു. ഏതോ ഒരു ഷെട്ടി അല്ല കേട്ടോ, രാജ്വി ഷെട്ടിയാണ്. അറിയാത്തോണ്ടാ ആളെ കുറിച്ച്. ഈ ട്രെയിലറിന് ഒരു കുഴപ്പമുണ്ട്. ഒരു വട്ടം കണ്ടവർ 2 അതിൽ കൂടുതലോ തവണ കണ്ടിരിക്കും. അങ്ങനെ കണ്ടവർ ഇവിടെ ലൈക്ക് ഇക്കോന്ന് ഞാൻ അടിച്ചു 2.7K ലൈക്ക് ഉണ്ട്. ഒരുപാട്, അതായത് ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉള്ള ട്രെയിലറാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സോങ് അതിൽ ചേരുന്നുണ്ടോ, കണ്ട് ആ പോർഷൻ വരുമ്പോൾ പിന്നീട് എനിക്കെന്തോ ഒരു ഇത് തോന്നുന്നത് തന്നെ ഇത് കണ്ടതുകൊണ്ടാണ് കൂടുതൽ. ആ സോങ് ശരിക്കും ആദ്യം തന്നെ ഒരു ഫൈറ്റിന്റെ സമയത്തൊക്കെ അത് ഇട്ടിട്ടുണ്ടല്ലോ, അത് ശരിയാട്ടോ, ഭയങ്കര വൈബായ സാധനം. അത് അവര് അതിന്റെ ഇതുകൊണ്ട് ചെയ്യാത്ത തന്നെ ആയിരിക്കും. അല്ല, ആ രീതിയിൽ തന്നെയാണ് അത് ഒരുക്കി വെച്ചിട്ടുള്ളത്. പക്ഷെ എനിക്കെന്തോ ഇനി അതെങ്ങാനും ക്രിഞ്ചാവോ എന്നുള്ളൊരു പേടിയുണ്ട്. അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പാലാപ്പള്ളിയൊക്കെ ഇല്ലേ, കടുവ സോങ്ങില്, അത് ആ ഫൈറ്റിന്റെ സമയത്താണ് ആ സോങ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ക്ലൈമാക്സ് ഫൈറ്റ്, അതായത് മറ്റേ ഒബ്രോയി ആയിട്ടുള്ള ഫൈറ്റിന്റെ സമയത്ത് ആ പാട്ട്, ആ സമയത്തുള്ള പഞ്ച് എന്താണ്. അല്ല, ഈ പാട്ട് ആ പാട്ട് പിന്നെന്താ സൂപ്പർ സാധനമാണ്. അതിന്റെ തുടക്കം തന്നെ ആ ഒരു അടി തുടങ്ങുന്നതിന്റെ മുന്നേ ഒരു അനൗൺസ്മെന്റ് പോലെയുള്ള സാധനമാണ് അതിന്റെ തുടക്കം തന്നെ. അത് തന്നെ കേൾക്കുമ്പോൾ തന്നെ ഒരു വൈബാണ്. എന്താണെങ്കിലും പാട്ട് സെറ്റാണ്. അതൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു അത് മാത്രം സെപ്പറേറ്റ് ഒന്ന് ഇറക്കിയിരുന്നെങ്കിൽ എന്ന്. അത് അടിപൊളി സാധനമാണ്. ഓക്കെ, എന്തായാലും ഇതാണ് ഈ എന്താ പറയുക നമ്മുടെ മലയാളികളുടെ
ഒരു അഭിപ്രായം. മലയാളം കുറച്ചേ ഉള്ളൂ കേട്ടോ. അല്ല, മലയാളം മാത്രമല്ല, അങ്ങ് കന്നഡയിൽ നിന്ന് വരെ ആൾക്കാർ വന്നിട്ടുണ്ട്. അത് പിന്നെ കൃത്യമായിട്ട് വായിക്കാൻ അറിയുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ഒഴിവാക്കിയതാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട്, മറ്റുള്ള വിശേഷം സിനിമേൻ്റെ റിവ്യൂ ആയിട്ട് വൈകുന്നേരം കാണാം. ബൈ.